പാപ്പ പറയുന്നു, ദൈവത്തോട് സംസാരിക്കാൻ അനുദിനം സമയം മാറ്റിവെക്കുക. പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കാൻ അനുദിന ജീവിതത്തിൽ എല്ലാ ക്രൈസ്തവരും സമയം മാറ്റിവെക്കണം. ദൈവവുമായുള്ള ബന്ധം അവഗണിക്കപ്പെടുന്നത് നല്ലതല്ല. പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ധ്യാനത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന സമയം ഒരു ക്രിസ്ത്യാനിയുടെ ദിവസത്തിലും ആഴ്ചയിലും ഇല്ലാതാകാൻ പാടില്ല. ദൈവവുമായുള്ള സംഭാഷണവും ശ്രവണവുമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിത്തറ. ശ്രവിക്കാനുള്ള സന്നദ്ധത നാം വളർത്തിയെടുക്കണം. അപ്പോൾ മാത്രമേ ദൈവവചനം നമ്മുടെ മനസ്സുകളിലേക്കും ഹൃദയങ്ങളിലേക്കും തുളച്ചിറങ്ങുകയുള്ളൂ. അതേസമയം നാം ദൈവത്തോട് സംസാരിക്കുകയും വേണം. ദൈവത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും അവിടുത്തോട് പറയാനല്ല, മറിച്ച് നമ്മെ നമുക്ക് തന്നെ വെളിപ്പെടുത്താനാണ് ഈ സംഭാഷണം. തുടർച്ചയായ അവഗണന കൊണ്ട് സൗഹൃദങ്ങൾ ഇല്ലാതായി പോകാം. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തെ അവഗണിച്ചാൽ ദൈവവുമായുള്ള സൗഹൃദവും നഷ്ടപ്പെട്ടേക്കാം. യേശു നമ്മെ സൗഹൃദത്തിനായി ക്ഷണിക്കുമ്പോൾ ആ വിളിയോട് പ്രതികരിക്കാതിരിക്കരുത്. ദൈവവുമായുള്ള ആ സൗഹൃദമാണ് നമ്മുടെ രക്ഷ. ഈ സൗഹൃദം അനുദിനമുള്ള പ്രാർത്ഥനയിലൂടെ ശക്തമാക്കപ്പെടുന്നു. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്തുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുകയുള്ളൂ. നാം ദൈവത്തോട് സംസാരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാനും കഴിയുകയുള്ളൂ. ദൈവിക വെളിപാടിന് ആഴമേറിയ ഒരു സംഭാഷണ സ്വഭാവമുണ്ട്. നിശബ്ദതയുമായി അത് പൊരുത്തപ്പെടുന്നില്ല. ആശയവിനിമയം നടത്താൻ പ്രാപ്തമായ വാക്കുകൾ പരസ്പരം പറയപ്പെടുമ്പോൾ മാത്രമാണ് അത് പോഷിപ്പിക്കപ്പെടുന്നത്. ജനുവരി 14 പോൾ ആറാമൻ ഹാളിൽ പൊതുദർശന വേളയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നും.